അങ്ങനെ അദ്ദേഹം കിതാബുകൾ രചിക്കാൻ തുടങ്ങി. ഹുറൈമില എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അദ്ദേഹം കിതാബ് തൗഹീദ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബ് രചിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ ആ കിതാബിനെ കുറിച്ച് വിശദീകരിച്ചതായി കാണാം. ആ കിതാബിൻ്റെ ശൈലി, അതിൻ്റെ ഭാവം, അത് സ്വഹീഹുൽ ബുഖാരിയോട് സാദൃശ്യമുള്ള ഒരു കിതാബിനെ പോലെ തോന്നും. അതുപോലെ തന്നെ 80 ആയത്തുകളും 132 ഹദീസുകളും സ്വഹാബികളുടെയും താബിഈങ്ങളുടേതുമായ 72 അസറുകളും ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണത്. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥത്തിന് 200-ൽ പരം ഷർഹുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കിതാബ് ഇന്നും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പഠിപ്പിക്കപ്പെടുന്നു. മതവിദ്യാർത്ഥികൾ അത് മനഃപ്പാടമാക്കുന്നു, പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു, പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശദമായി പഠിപ്പിക്കുന്നു. പല നാടുകളിലും തൗഹീദിൻ്റെ വെളിച്ചം അതെത്തുവാൻ ആ പുസ്തകം കാരണമായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. എല്ലാ തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളും ചുരുക്കി വിശദീകരിക്കുകയും അതുപോലെ തന്നെ ധാരാളം ഹദീസുകളും ആയത്തുകളും ഒരുമിപ്പിക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ്. ഷെയ്ഖ് മറ്റ് ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അഖീദയിലായാലും ഫിഖ്ഹിലായാലും ഹദീസിലായാലും ചരിത്രത്തിലായാലും മറ്റ് പല വിഷയങ്ങളിലും ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം കിതാബുകൾ രചിച്ചിട്ടുണ്ട്.